ഉത്തമ അവിടെ വലിയ കുട്ട, നീ എവിടെ പോയതാ? ഞാൻ മാർക്കറ്റ് വരെ പോയതാ. മാർക്കറ്റിൽ പോയതാ? നിന്റെ പൈസ ഉണ്ടോ? പൈസ ഉണ്ടല്ലോ. അമ്മുവിനോട് ചോദിക്കാതെ. അമ്മു നിന്റെ സ്വന്തം പെങ്ങളാണോ? സ്വന്തം അല്ലല്ലോ. അമ്മുവേ എന്റെ സ്വന്തം പെങ്ങളാ. എന്റെ അമ്മ പ്രസവിച്ച എന്റെ ഒരേ ഒരു പെങ്ങള്. അവളോട് നീ പറഞ്ഞാ മതി, ഞാൻ ഈ പൈസ എടുത്തു. നീ പോടാ അവിടെ നിന്ന്. എന്റെ കറി പൈസ ഇല്ല. ഇനിയിപ്പോ അമ്മുവിനോട് ഞാൻ എന്ത് പറയും? എന്തൊരു കഷ്ടം. ഇനിയിപ്പോ അവളോട് സമാധാനം പറയും. അമ്മു തന്ന 1000 രൂപയിൽ 350 രൂപ ബാക്കിയുണ്ടായിരുന്നു. അതിപ്പോൾ വലിയ കുട്ടനെടുത്തു. അമ്മുവിനോട് ചോദിക്കണം ഞാൻ പറഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിക്കുക, നീ അമ്മുവിൻ്റെ സ്വന്തം ആങ്ങളെയാണോന്ന്. അവസാനം അവൻ അതിൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി. സാരില്ല. എൻ്റെ 2 കയ്യിലും സാധനങ്ങളായതുകൊണ്ട് പോക്കറ്റിൽ നിന്ന് എടുക്കുമ്പോൾ തടുക്കാനും പറ്റിയില്ല. ചിഞ്ചു വന്നേ, വല്ലതും കഴിക്കാം. മോളെ വന്ന് വല്ലതും കഴിക്കാൻ. എനിക്ക് വേണ്ട. ചിഞ്ചുകുട്ടി, അമ്മ വിളിച്ചത് കേട്ടില്ലേ? വരൂ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. ചിഞ്ചു മോൾക്ക് എന്തിനാ അങ്കിളിനോട് ഇത്ര ദേഷ്യം? അങ്കിൾ എന്ത് തെറ്റാ ചെയ്തേ? യു നോ സംതിങ്? നീ എനിക്ക് മോളെ പോലെയാ. ഡോണ്ട് ടച്ച് മീ. എന്റെ പൊന്നെ, ഇങ്ങനെ ദേഷ്യപ്പെടാതെ. തൊടരുതെന്ന് പറഞ്ഞാ തൊടരുത്. ഡി, നീ എന്താ ചെയ്തത്? ഒറ്റ അടിയെന്നല്ലോ. എന്നെ തൊട്ടാലുണ്ടല്ലോ, അമ്മയാണെന്നൊന്നും ഞാൻ നോക്കത്തില്ല. കുഞ്ഞാണെന്ന് കരുതി അല്ല, വളർന്നു, ഒരുപാട് വളർന്നു അല്ലടി. ഒറ്റ മോളാണെന്ന് കരുതി ഒരുപാട് ലാളിച്ചതിന്റെ കുറ്റമാ. അനുഭവിച്ചോ? കുട്ടികളെ ഡിസിപ്ലിൻ പഠിപ്പിക്കണം. ഇതാണെങ്കിൽ കുട്ടിയല്ലല്ലോ, 12 വയസ്സ്. ഷീസ് ഗ്രോൺ അപ്പ്. യെസ്, ഐ ആം ഗ്രോൺ അപ്പ്. മേലിൽ എന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഷട്ട് അപ്പ്. എന്നോട് സംസാരിക്കുമ്പോ റെസ്പെക്റ്റോടെ സംസാരിക്കണം. അർണ, ലീവ് ദിസ് ടു മീ. ഞാൻ പഠിപ്പിക്കാം ഇവളെ മര്യാദ. എഴുന്നേക്കടി, വന്നിരുന്ന് കഴിക്ക. ഇല്ലെങ്കിലോ? ഹൗ ഡെയർ യു സേ സോ? വന്നിരുന്ന് കഴിക്കാൻ. കഴിക്കാൻ എടി, കഴിക്കാൻ. എന്താടി പറഞ്ഞു കേട്ടില്ലേ? കഴിക്കാൻ. അത് ശരി, നീ അനുസരിക്കില്ലല്ലേ? യു വോണ്ട് ഒബേ മീ. കഴിക്കാൻ. പ്ലീസ്. അർണബ്, നീ ഇതിൽ ഇടപെടരുത്. ഇവളെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. എടി കഴിക്കാൻ. നിന്നെ ഞാനിന്ന് കൊല്ലും. അല്ലെങ്കിൽ പിള്ളേർക്ക് ഇത്ര അഹങ്കാരം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. അർണ, മാറിക്ക്. മാറാൻ. നീ ഇങ്ങോട്ട് എഴുന്നേറ്റ്. എഴുന്നേറ്റ് പോടി ഇങ്ങോട്ട്. പ്ലീസ്, ഞാൻ മാപ്പ് ചോദിക്കാം. എന്തൊരു അഹങ്കാരം. അയാളുടെ വിത്ത് ഗുണം ശരിക്കുണ്ട്.
എന്റെ തനി സ്വഭാവം അവൾക്ക് അറിയാഞ്ഞിട്ടാ. ആ നിന്നെ ഓർത്താ ഞാൻ ക്ഷമിച്ചത്. അവള് കുട്ടിയല്ലേ നന്ദു? കുട്ടിയോ? എന്ത് കുട്ടി? 12 വയസ്സായില്ലേ? അവള് പറഞ്ഞു കേട്ടില്ലേ? അസത്തും. ദേ മേലിൽ അവൾ എന്റെ കൺവെട്ടത്ത് കണ്ടുപോരുത്. നോ, നീ കരയണ്ട. എനിക്ക് മനസ്സിലാവും. നിന്നെ അതിന്റെ പേരിൽ വിഷമിപ്പിക്കാനൊന്നും എനിക്കിഷ്ടമല്ല. ദേ നോക്ക്, നീ ഇങ്ങനെ ഇവിടുന്ന് കരയാനാണെങ്കിൽ ഞാൻ അങ്ങ് പോവും. ഇല്ല നന്ദു ഇരിക്ക, വലുതും കഴിക്ക. അതിപ്പോ തന്നെ ആറി. അവളവിടെ വേണ്ട, അവള് വേണ്ടെന്ന് പറഞ്ഞതാണല്ലോ, നിർബന്ധിക്കണ്ട. അവളെ നിർബന്ധിച്ച വാശി കൂടും. നന്ദു കഴിക്ക. നീ കഴിക്ക. എനിക്ക് നല്ല വിശപ്പില്ല നന്ദു. നോ, യു ഷുഡ് ബി. ഞാൻ എടുത്തുതരാം. വായിരിക്കെ. വേണ്ട. വാ തുറക്ക്. ഞാൻ എടുത്തുതരാം. കഴിക്ക. വിഷമിക്കാതെ എടുത്ത് കഴിക്ക. മോളെ, ചിഞ്ചു, ചിഞ്ചു, മോളെ. ഈശ്വര, ഇവിടുന്ന് എവിടെ പോയി? ചിഞ്ചു, ചിഞ്ചു, മോളെ, മോളെ, ചിഞ്ചു. ഈശ്വര, നന്ദു, 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 നന്ദു. അവളെ കാണുന്നില്ല. അവളിത് എവിടെ പോയി നന്ദു? ഡോണ്ട് ബി സില്ലി. അവളെവിടെ പോവാനാ? അവളുടെ തന്തയുടെ അടുത്ത് പോയി കാണും. ഈശ്വര. കരയാതെ, ഞാൻ പോയി നോക്കിട്ട് വരാം. അപ്പച്ചയെ കാണണം. ഞാൻ ചിഞ്ചുവാ. അമ്മോ, ഒന്നിങ്ങോട്ട് വേഗം വരൂ. മോളെ. അപ്പച്ചി, അപ്പച്ചി എന്നെ പറഞ്ഞു വിടല്ലേ അപ്പച്ചി. ഞാനിവിടെ താമസിച്ചോളാം. എന്നെ വിടല്ലേ. മോളെ, എന്താ മോളെ ഇത്? ഈ നേരത്ത് തനിച്ച്? ചേട്ടത്തി എവിടെ? എനിക്ക് ആരുമില്ല. നോ ഫാദർ, നോ മദർ, നോ വൺ എൽസ്. പ്ലീസ് അപ്പച്ചി, ലെറ്റ് മീ സ്റ്റേ ഹിയർ. മോള് വാ. മോളെ
എന്തെങ്കിലും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. That man, അയാൾ എന്നെ തല്ലി. ആര്? അമ്മയുടെ പുതിയ ഹസ്ബൻഡ്. ചിഞ്ചു, അങ്ങനെ പറയരുത്. ട്രൂ അപ്പച്ചി. They live together. എന്നെ പറ്റി അമ്മയ്ക്ക് ഒരു വിചാരവും ഇല്ല. അമ്മയ്ക്ക് എന്നോട് സ്നേഹമേ ഇല്ല. I know. വേണ്ട, അപ്പച്ചിയുടെ മോളിപ്പോ ഒന്നും പറയണ്ട. വാ, നമുക്ക് വല്ലതും കഴിക്കാം. ഇരിക്കാം. ഉത്തമൻ ചേട്ടാ. ചേട്ടാ, ചിഞ്ചു വന്നിരിക്കുന്നു. പിണങ്ങി വന്നിരിക്കുക. നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവര് കുട്ടിയെ കാണാതെ വിഷമിച്ച് പോലീസിലോ മറ്റോ പരാതിപ്പെട്ടാലോ? അത് വലിയ പുലിവാലാവും. കുഞ്ഞൊരു കാര്യം ചെയ്യും, ചിഞ്ചുമോളെ അവരുടെ വീട്ടിൽ കൊണ്ടാക്ക്. ഞാൻ കൂടെ വരണോ? അയ്യോ വേണ്ട, വന്നാ പിന്നെ അതും മതി അരുണേച്ചിക്ക്. കുട്ടിയെ നയത്തി കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം. അവൾ ആകെ വാശിയില്ല. പക്ഷെ നമ്മൾ ഇവിടെ പിടിച്ചു നിർത്തിയാൽ നാളെ അത് വേറെ പ്രശ്നമാവും. കഴിയുന്നത് ഒരു ക്ലാഷിന് പോകണ്ട. ഒന്ന് ചെന്ന് അരുണ ചേച്ചിയെ കണ്ട് പറഞ്ഞു നോക്ക്. അവള് വരുമോന്നറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞു നോക്കാം. കഴിക്ക്. മോക്ക് എന്നെ മനസ്സിലായോ? ഞാനും മോളുടെ ഒരു വല്യച്ഛനാ, ഉത്തമൻ വല്യച്ഛൻ. കഴിക്ക്. അപ്പച്ചി, I tell you, എനിക്ക് വരാൻ ഇഷ്ടമല്ല. എനിക്ക് നിന്നെ വിടാനും ഇഷ്ടമല്ല. നീ എന്റെ കൂടെ ഉണ്ടെന്ന് അരുണേച്ചിയോട് പറഞ്ഞിട്ട് ഞാനിങ്ങ് കൊണ്ടുവരാം. അല്ലേ പിന്നെ അപ്പച്ചി പറഞ്ഞില്ലേ, അവര് വിഷമിച്ച് പോലീസിൽ പരാതിപ്പെട്ട നിന്നെ ഞാൻ തട്ടിക്കൊണ്ടു വന്നു കേസാവും. That's why I decided to come with you. പക്ഷെ എന്നെ തിരിച്ചു വിളിച്ചോണ്ട് വരണം. സമ്മതിച്ചു. എന്നെ അവിടെ നിർത്തിയ ഞാൻ ശരിക്കും ചത്തു കളയും. അങ്ങനൊന്നും പറയരുത്. വന്നേ. അവളെ കണ്ടോ? അവള് പോയി. ഒരു ചെറിയ പെങ്കൊച്ച് ഒരു ഓട്ടോ പിടിച്ചു പോയിന്ന് സ്റ്റാൻഡിലെ ഡ്രൈവർ പറഞ്ഞു. എന്നിട്ട് എവിടേക്കാണെന്ന് അറിഞ്ഞോ? ഇല്ല, അയാൾ വന്നാലുടനെ എന്നെ വിളിക്കാൻ പറഞ്ഞു. ദേ വിൽ കോൾ. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട് ആ കൂട്ടത്തിൽ. ഏയ്, ഡോണ്ട് വറി. വിഷമിക്കാതിരിക്കെ, അവളിങ്ങി വരും. എടി, നീ എവിടെ പോയിരുന്നേ? കുരുത്തം കിട്ടവളെ, നിന്നെ ഞാനുണ്ടല്ലോ. ചേട്ടത്തി ഒന്ന് ക്ഷമിച്ചേ. അവളോട് ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ചേട്ടത്തിയോട്. എങ്ങോട്ടാ? അപ്പച്ചിയും മോളും കൂടെ? ഇതെന്റെ ഗസ്റ്റ് ഹൗസാ. ഇവിടെ കയറി വരുമ്പോ എന്നോട് അനുവാദം ചോദിക്കണം. എന്റെ ചേട്ടത്തിയെ കാണാനാ ഞാൻ വന്നത്. അതിന് മിസ്റ്റർ നന്ദുവിനോട് അനുവാദം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിഞ്ചുവിന് അവളുടെ അമ്മയെ കാണാനും അനുവാദം ആവശ്യമില്ല. ചിഞ്ചുവിന്റെ അമ്മയായ നിന്റെ ചേട്ടത്തി ഇവിടെ എന്റെ വീട്ടിൽ താമസിക്കുമ്പോ അനുവാദം വാങ്ങിയിരിക്കണം. ഈ വീട്ടിൽ ഇവരെ അടിമകളായിട്ടാണോ താമസിപ്പിച്ചിരിക്കുന്നത്, അതോ തടവിലാക്കിയിരിക്കുകയാണോ? ഈ ജനാധിപത്യ രാജ്യത്ത് അടിമപ്പണി നിരോധിച്ച കാര്യം മിസ്റ്റർ നന്ദുവിന് അറിയില്ലേ? തടവിലാക്കാനും നിങ്ങൾക്ക് അധികാരമില്ല. ഉണ്ടോ? അവർ രണ്ട് മനുഷ്യരാണ്. അവർക്ക് അവരുടേതായ മനുഷ്യാവകാശങ്ങളും ഉണ്ട്. നീ എന്നെ മനുഷ്യാവകാശം പഠിപ്പിക്കാൻ വന്നാണോ?
അതൊക്കെ മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ളതല്ലേ മിസ്റ്റർ നന്ദു. മൃഗങ്ങളെ മനുഷ്യാവകാശം പഠിപ്പിക്കാൻ പറ്റുമോ? എനിക്കത്രയ്ക്ക് ബുദ്ധിമോശമൊന്നുമില്ല. അർണേ, ഞാൻ നിന്നെ ഓർത്ത് പരമാവധി ക്ഷമിക്കുന്നു. പക്ഷെ എന്റെ കൺട്രോൾ വിട്ടല്ലോ. കൺട്രോൾ വിട്ടാ ചിലപ്പോ പോലീസ് ലോക്കപ്പിൽ പോയി കിടക്കും നന്ദു. അത്രേ ഉള്ളൂ. നിങ്ങൾ കുറച്ചു നേരം മിണ്ടാതിരിക്കണം. ഞാൻ എന്റെ ചേട്ടത്തിയമ്മയോട് സംസാരിക്കട്ടെ. അരുണ ചേട്ടത്തെ, ചിഞ്ചുവിന്റെ കാര്യത്തിൽ എന്താ തീരുമാനം? സ്വന്തമായിട്ടൊരു തീരുമാനം അക്കാര്യത്തിലും ഇല്ലേ? കഷ്ടം. എന്റെ അച്ഛൻ വല്യേട്ടന് കൊടുത്ത കമ്പനി ഇയാൾക്ക് അടിയറ വെച്ചു. അയാൾ അതിൽ കൈയിട്ട് വരുന്നു. അരുണ ചേച്ചി കുട്ടിക്കൊരങ്ങിനെ പോലെ നിന്നു കൊടുക്കുന്നു. അയാൾ പറയുന്ന താളത്തിനൊത്ത് തുള്ളുന്നു. അതിലൊന്നും എനിക്ക് പരാതിയില്ല. അതൊക്കെ അരുണ ചേച്ചിയുടെ സ്വാതന്ത്ര്യം. ചില കാര്യങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. അവരത് അനുഭവിച്ചാലേ പഠിക്കും. നീ എന്നെ ഉപദേശിക്കാൻ വന്നതാണോ? നീ ആരാ എന്നെ ഉപദേശിക്കാൻ? ഉപദേശിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞില്ലേ ചേട്ടത്തി? ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ? എനിക്ക് ചിഞ്ചുവിന്റെ കാര്യത്തിലുള്ളൂ ഇപ്പൊ ആദി. ഇവളുടെ മനസ്സ് ചേട്ടത്തി കാണുന്നില്ല. ഈ മൃഗത്തിന്റെ കൂടെ കഴിഞ്ഞ കുഞ്ഞിന് മനോനില തന്നെ തെറ്റും. മൃഗം? ആരാടി മൃഗം? അടിച്ച് നിന്റെ മുഖം വികൃതമാക്കും ഞാൻ. നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ല. നിനക്ക് ആണത്തോണ്ടോ? അഭിമാനമുണ്ടോ? നാണമില്ലല്ലോ നെളിഞ്ഞു നിന്ന് പറയാൻ, ഒരു കുട്ടിയുടെ ഹൃദയം തകർക്കാൻ. ഇവളെ അടിക്കാൻ നിങ്ങൾക്ക് എന്താ അവകാശം? എനിക്ക് അവകാശമുണ്ട്. ഞാൻ ചിഞ്ചുവിനെ ശിക്ഷിക്കും. ധൈര്യം ഉണ്ടെങ്കിൽ നീ എന്നെ അടിക്ക്. നിങ്ങൾക്ക് അടിയല്ല, മനോരോഗത്തിന് ചികിത്സയാ വേണ്ടത്. ചേട്ടനെ പോലെ അനിയനും കാണും മനോരോഗം. സൈക്കോപാത്ത്. മര്യാദയ്ക്ക് സംസാരിക്കണം. അവരുടെ നിങ്ങളും നിങ്ങളുടെ അച്ഛനും ഞങ്ങളെ പരമാവധി ദ്രോഹിച്ചു. എന്റെ സ്വത്തെല്ലാം പിടിച്ചെടുത്തു. പക്ഷെ അതൊക്കെ ഞാൻ ക്ഷമിക്കും. എന്റെ ആങ്ങളമാരെയും അവരുടെ കുടുംബത്തെയും തകർക്കാൻ ശ്രമിക്കുന്നതുണ്ടല്ലോ, അത് ഞാൻ ക്ഷമിക്കില്ല. നിന്റെ നിഴലിൽ ജീവിച്ചാൽ ചിഞ്ചു നശിക്കും, അവളുടെ അമ്മയെ പോലെ. എന്തായാലും ചേട്ടത്തിയുടെ കുടുംബം നീ തകർത്തു. ആരാ തകർത്തത്? നന്ദു എന്നെ സഹായിച്ചതാ, എന്നെ രക്ഷിച്ചതാ. നിന്റെ ആങ്ങളെ കുടിച്ചു മറിഞ്ഞ് നടന്ന് എല്ലാം തകർന്നപ്പോഴേ നന്ദു മാത്രാ എനിക്ക് ആശ്രയമായി നിന്നത്. കഷ്ടം. ചെറിയ ഇരയിട്ട് വലിയ മീൻ പിടിക്കുന്നത് തിരിച്ചറിയാൻ 30-35 വയസ്സായിട്ടും ചേട്ടത്തിക്ക് പറ്റുന്നില്ലല്ലോ. അത് പോട്ടെ, എന്താ ചേട്ടത്തിയുടെ പ്ലാൻ? ചിഞ്ചു വളർന്നു വരിക. ഇവിടെ ഇങ്ങനെ എത്ര നാൾ കഴിയും? അതവളുടെ ഭാവിക്ക് ദോഷമേ ചെയ്യൂ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇല്ലല്ലോ മാഡം, ഒന്ന് വിശദമാക്കിയാട്ടെ. നിങ്ങളെപ്പോലൊരു സൈക്കോപാത്തിന്റെ കൂടെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ല. അത്ര തന്നെ. ഇന്നവളെ തല്ലി, നാളെ എന്ത് തന്നെ ചെയ്തൂടാ? എന്തിനാ നാളെയാക്കുന്നത്? ഇപ്പൊ തന്നെ കാണിച്ചു തരാം. പറയടി, എന്റെ അനുവാദം അല്ലാതെ ആരാ പറഞ്ഞ നിന്നോട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാൻ? ഞാൻ തൊട്ടുപോകരുത് എന്റെ കുഞ്ഞിനെ. ഇനി നീ ഇവിടെ തൊട്ട എഴുന്നേറ്റ് നടക്കില്ല നീ ജീവിതത്തിൽ. വാടക ഗുണ്ടകൾ ഇപ്പൊ എനിക്കുണ്ടടാ. മതിയായി. നിങ്ങളോട് എനിക്ക് കുറച്ച് സ്നേഹവും കരുതലും ബാക്കിയുണ്ടായിരുന്നു. അതെല്ലാം തീർന്നു. സ്വന്തം കുഞ്ഞിനെ ഉപദ്രവിച്ചാലും ജാരനോട് അരുതെന്ന് പറയാൻ പോലും വയ്യാത്ത വിധം നിങ്ങൾ അധപ്പതിച്ചില്ലേ? മേലിൽ നിങ്ങൾ എന്റെ ആരുമല്ല. മോള് വാ, ഇവളെ ഞാൻ കൊണ്ടുപോവാ. ഏത് കോടതിയിലും എത്ര വേണമെങ്കിലും ഞാൻ ഫൈറ്റ് ചെയ്യും ഇവളെ എന്റെ സ്വന്തമാക്കി കിട്ടാൻ. വാ മോളെ. ചിഞ്ചു, അമ്മ നിൽക്ക. നീ ഇതെവിടെയാ പോന്നെ? അവള് പോട്ടെ. അല്ലെങ്കിലും അവള് പോകുന്നതാ നമുക്ക് നല്ലത്.
എന്തായി? എന്താ മോളെ തിരിച്ചുകൊണ്ട് വന്നത്? അത് ശരിയാവില്ല. ഇനി ചിഞ്ചു ഇവിടെ താമസിക്കട്ടെ. എന്റെ മുമ്പിൽ വെച്ച് നന്ദു ഇവളെ അടിച്ചു. അമ്മയുണ്ടായിട്ട് എന്ത് കാര്യം? അരുണച്ചേട്ടത്തിക്ക് പിന്നെ അയാളെ പിണക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലായി. ഉത്തമൻ ചേട്ടൻ ഇവളുടെ കാര്യത്തിൽ ഒരു പ്രത്യേക ശ്രദ്ധ വേണം. വാ മോളെ. വർക്ക് സൈറ്റുകളിലേക്കും അവിടെ നിന്ന് ഓഫീസിലേക്കും നെട്ടോട്ട് ഓടുന്നതിനിടയിൽ ചിഞ്ചുവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ എനിക്ക് സമയം കിട്ടിയെന്ന് വരില്ല. ചിഞ്ചുവിന് ഈ വീട്ടില് ഒരു കുറവും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാ പറയുന്നത്. ഇത് നീ പ്രത്യേകം എന്നോട് പറയണമോ? ഇവിടെ നമ്മുടെ മോളല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, വർക്ക് സൈറ്റിൽ നിന്ന് എന്നെ പെർമനന്റ് ആയി നീ വീട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത് തമാശയല്ല. ഞാൻ പറഞ്ഞത് തമാശയല്ല. അല്ല ചിഞ്ചു മോളെ, നിന്റെ പുസ്തകങ്ങളും നോട്ട്ബുക്കും സ്കൂൾ യൂണിഫോമും ഡ്രസ്സും ഒക്കെ അവിടെ ഇരിക്കല്ലേ? അതെ, എനിക്ക് എന്തായാലും ഇനി അങ്ങോട്ട് പോകാൻ വയ്യ. നമുക്കൊരാളെ അങ്ങോട്ട് അയച്ചു നോക്കാം. തരുന്നെങ്കിൽ തരട്ടെ, ഇല്ലെങ്കിൽ എല്ലാം പുതിയത് വാങ്ങിക്കാം. മോക്ക് വിശക്കുന്നുണ്ടാവും. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം. എന്താ മോളിരിക്കേ? വാ. ഇരിക്കേ. ജാനോ, ജാനോ എവിടെ പോയി കിടക്കുകയാണ്?